എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കാശിയുടെ മഹത്വത്തെക്കുറിച്ചാണ്. ഒരിക്കൽ പാർവതിയും ഭഗവാൻ ശിവനും കാശിയിലെത്തി. അപ്പോൾ ദേവി പതിയോട് ചോദിക്കുന്നു, ദയവായി എനിക്കൊരു വരം തരൂ. ഭഗവാൻ ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ദേവിക്ക് എന്ത് വരമാണ് വേണ്ടത്? കാശിയിൽ വച്ച് മരിക്കുന്നവർക്ക് അവർ എത്ര പാപികളാണെങ്കിലും മോക്ഷം ലഭിക്കുമെന്നുള്ള വരമാണ് എനിക്ക് വേണ്ടത്, പാർവതി പറയുന്നു. അപ്പോൾ ശിവൻ പറയുന്നു, കർമ്മമനുസരിച്ചല്ലേ മനുഷ്യർക്ക് മോക്ഷം നൽകുന്നത്? ഇത് ശരിയല്ല. പാർവതി മറുപടി പറയുന്നു, അങ്ങ് എനിക്ക് ഒരു വരം തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ശരി, കാശിയിൽ മരിക്കുന്നവർ മോക്ഷം നേടുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ശിവൻ പറഞ്ഞു. ദേവി വീണ്ടും ചോദിക്കുന്നു, പക്ഷേ കാശിയിൽ മരിച്ചവർ മോക്ഷം നേടിയെന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഇവിടെ മരിച്ചവരുടെ മൃതദേഹം നോക്കിയാൽ അതിൻ്റെ ഒരു ചെവി വളഞ്ഞിരിക്കും, ശിവൻ പറഞ്ഞു. നിങ്ങൾക്ക് കാശി മണികർണിക ഘട്ടിൽ പോയി മൃതദേഹങ്ങൾ പരിശോധിക്കാം, നേരിട്ട് ബോധ്യപ്പെടാം. ഭഗവാൻ ശ്രീ പരമേശ്വരൻ സമയത്തെ പിടിച്ചു നിർത്തിയ ഒരു കഥയുമുണ്ട്. മാർക്കണ്ഡേയൻ മരണദേവനെ മുന്നിൽ കണ്ടപ്പോൾ സംരക്ഷണത്തിനായി പരമേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മാർക്കണ്ഡേയൻ്റെ ഭക്തിയാൽ പ്രേരിതനായ ശിവൻ ഇടപെട്ട് തനിക്കു ചുറ്റുമുള്ള സമയപ്രവാഹം തടഞ്ഞു. ഈ മരവിച്ച നിമിഷത്തിൽ യമന് മാർക്കണ്ഡേയൻ്റെ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തികളുടെ മേൽ കാലൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ കാലനായ ശിവൻ്റെ ശക്തിയുടെ പ്രകടനമായും തൻ്റെ ഭക്തരോടുള്ള അനുകമ്പയായും കണക്കാക്കപ്പെടുന്നു. നന്ദി.